നമസ്കാരം. CMRൽ മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചുറ്റിപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ നടക്കുന്നത് നിർണായകവും അതിവേഗത്തിലുള്ളതുമായ നീക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരമ്പര റെയ്ഡുകളിൽ പിടിച്ചെടുത്ത 200-ലധികം രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും വിശകലനം ED ഉദ്യോഗസ്ഥർ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. ഏത് നിമിഷവും വീണയ്ക്ക് അടുത്ത ചോദ്യം ചെയ്യലിനുള്ള സമൻസ് നൽകുമെന്നാണ് ED കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സൂചന. കേസ് കേവലം ഒരു ചോദ്യം ചെയ്യലിൽ ഒതുക്കാതെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന ശക്തമായ വാദത്തിലേക്കാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്കിടയിൽ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടുകൂടി കള്ളപ്പണ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് EDയുടെ കണക്കുകൂട്ടൽ. ഇതിനകം തന്നെ വീണ വിജയന്റെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ചു കഴിഞ്ഞു. മൊത്തം 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലധികം രൂപയാണ് ED മരവിപ്പിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക സ്രോതസ്സുകളുടെ കൃത്യമായ രേഖകൾ വിശകലനം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് ഉന്നയിക്കാവുന്ന പ്രതിരോധവാദങ്ങളുടെ എല്ലാം പഴുതടയ്ക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തുടർ നടപടികൾ കടുക്കുന്നതോടുകൂടി വീണ വിജയൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ED മുൻകൂട്ടി കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ള എല്ലാ സാങ്കേതിക വാദങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ശക്തമായ തെളിവുകളുടെ പിൻബലത്തോടെ പ്രതിരോധിക്കാനാണ് പ്രോസിക്യൂഷൻ വിങ് ഒരുങ്ങുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കടുത്ത വകുപ്പുകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യം തടയാൻ തക്കവണ്ണമുള്ള ഡിജിറ്റൽ തെളിവുകളും അക്കൗണ്ട് വിവരങ്ങളും കുറ്റമറ്റ രീതിയിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാനാണ് ED ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ED നീങ്ങിയേക്കുമെന്ന സൂചനകൾ ശക്തമായതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അണിയറയിൽ രാഷ്ട്രീയ നിയമപ്രതിരോധങ്ങൾ സജീവമായി കഴിഞ്ഞു. ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ അതിപ്രശസ്തരും മുതിർന്നവരുമായ ക്രിമിനൽ അഭിഭാഷകരുമായി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനിടയുള്ള ഏത് അടിയന്തര നീക്കത്തെയും നിയമപരമായി എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തന്ത്രങ്ങളാണ് ഈ ചർച്ചകളിൽ രൂപപ്പെടുന്നത്. അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കുക എന്നതാണ് രാഷ്ട്രീയ അണിയറകളിലെ പ്രധാന ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നത് എന്ന വാദം കോടതിക്ക് മുന്നിൽ സ്ഥാപിച്ചെടുക്കാനാണ് നിയമവിദഗ്ധർ നൽകിയിരിക്കുന്ന ഉപദേശം. ED നോട്ടീസ് നൽകുന്ന മുറയ്ക്ക് തന്നെ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ അടിയന്തര ഹർജി നൽകി സംരക്ഷണം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പദവി മുൻനിർത്തിക്കൊണ്ട് കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിരോധിക്കാനും EDക്ക് മേൽ കടുത്ത ശ്രദ്ധയുണ്ട്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ഡൽഹിയിൽ നിന്നും ED ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ഇടങ്ങളിലേക്ക് വരെ നീളുന്ന രീതിയിലുള്ള അന്വേഷണത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ട് അതീവ രഹസ്യമായിട്ടാണ് ഓരോ നീക്കവും കരിമണൽ കമ്പനിയായ CMRലെ ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ യഥാർത്ഥ ഉറവിടവും ഉദ്ദേശവും നിയമപരമായി ഉറപ്പിക്കുകയാണ് ED ചെയ്യുക. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ അതീവ നിർണായകമായിരിക്കും. പ്രതിപക്ഷ നേതാവിന്റെ മകൾ EDയുടെ കസ്റ്റഡിയിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് രാഷ്ട്രീയ കേരളത്തെയും CPMനെയും അഭൂതപൂർവമായ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ ലഭ്യമായ മുഴുവൻ നിയമവഴികളും ഉപയോഗിച്ചുകൊണ്ട് ഈ നീക്കത്തെ തടയാനാണ് അണിയറയിൽ ശ്രമം നടക്കുന്നത്. മാസപ്പടി വിവാദം കേവലം ഒരു രാഷ്ട്രീയ ആരോപണത്തിൽ നിന്നും EDയുടെ പഴുതടച്ചുള്ള കുറ്റപത്രത്തിലേക്ക് മാറുന്നത് തടയുക എന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയൊരു പരീക്ഷണം തന്നെയായിരിക്കും. കേസിലെ ഡിജിറ്റൽ തെളിവുകളുടെ സാന്നിധ്യം പ്രതിഭാഗത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുക. ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും പിടിച്ചെടുത്ത ഫോണിലെ സന്ദേശങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്നതാണ് എന്ന് ED കോടതിയിൽ വാദിച്ചാൽ മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയേറും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ പാനലിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് EDയുടെ ഓരോ നീക്കത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പിണറായി വിജയന്റെ അടുത്ത കേന്ദ്രങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത്.